ഇന്നെത്താൻ വേണ്ടി പരമാവധി കളക്ടറേറ്റിനൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. ഇല്ലെങ്കിൽ നാളെ രാത്രിക്കത്തോടെ നാളെ രാവിലെ രാത്രിയായിട്ട് എന്തായാലും എത്തും. അർജുനോടൊപ്പം ചെറുപ്പത്തിൽ മുതൽ വളർന്ന ആളാണ് ഒന്നിച്ച്. ഞങ്ങളിവിടെ ഉള്ള എല്ലാവരും അർജുന്റെ സുഹൃത്തുക്കളും അയൽവാസികളും മറ്റേ കൂടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടായിരുന്ന ആളുകളാണ്. വളരെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു അല്ലേ? അപ്പോൾ ചെറുപ്പം മുതലേ അർജുന്റെ ഒരു ശീലം അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ കാണുന്ന സമയം തൊട്ടിട്ട് പലതരം ജോലി. ആദ്യം പെയിന്റിങ്ങിന്റെ വർക്കായിരുന്നു. അത് കഴിഞ്ഞ് സ്വന്തം ഒരു ചെറിയൊരു വണ്ടി എടുത്ത് ഇവിടെ നാട്ടിൽ തന്നെ ഓടലായിരുന്നു. അതിനുശേഷം ആണ് ഈ ലോറി ഫീൽഡിലേക്ക് കിടക്കുന്നത്. നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. എല്ലാ കാര്യത്തിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ആ രീതിയിൽ ഇടപെട്ട് പോകുന്ന ഒരാളായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ചെയ്യും, പൊതു കാര്യങ്ങളിലും. അതെ, ഇവിടെ ഞങ്ങളൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബിന്റെ നേതൃത്വമായിട്ട് പ്രവർത്തിച്ച ആളാണ്. രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. പിന്നെ നാട്ടിലെ ഏത് വിഷയങ്ങളിലും ഇതുപോലെ ഉണ്ടാവുന്ന ആദ്യാവസാനം ഉണ്ടാവുന്ന ഈ 2018 വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ സമയത്ത് 1.5 മാസത്തോളം അർജുനൊക്കെ ലീവാക്കിയിട്ട് നാടിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുമ്പിലുണ്ടായിരുന്നു. പൂർണ്ണസമയം ഇവിടെ തന്നെ മുഴുവൻ സമയം ലീവാക്കിയിട്ട് തന്നെ 1.5 മാസത്തോളം ലീവായിരുന്നു. ഇപ്പൊ ആളുകൾ ആ ഒരുമ ഇപ്പോൾ കാണിക്കുന്നുണ്ടല്ലോ. ഈ അർജുന്റെ കാര്യത്തിനായാലും എല്ലാവരും എല്ലാ ഭിന്നതകളും മറന്നാണ് വരുന്നത്. അവര് തങ്ങളുടെ വീട്ടിലൊരാൾ പോയ എന്നൊരു വികാരമാണ് എല്ലാവർക്കും. ഇവിടെ മാത്രമല്ല, നമ്മൾ കേരളം ഒട്ടാകെ ആ ഒരു അർജുനെ കണ്ടു കിട്ടണം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും കഴിയുന്ന തരത്തിലൊക്കെ എല്ലാവരും ഇടപെട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ പ്രദേശത്ത് മാത്രമല്ല, ഇവിടെ ഇപ്പം വരുന്ന ആളുകൾ തന്നെ ഇന്നുവരെ അർജുനെ കാണാത്ത ആളുകളൊക്കെ ഇന്നലെ ഇപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ കാണാതായ സമയം മുതൽ ഇവിടെ ഉണ്ട്. എല്ലാ സഹായങ്ങൾക്കും കാര്യങ്ങൾക്കും ആയിട്ട് എല്ലാവരും സജീവമായിട്ട് തന്നെ ഉണ്ട്. നിങ്ങളൊക്കെ ഒരു പ്രതീക്ഷയിൽ തന്നെ ആയിരുന്നല്ലേ? ഈ ആദ്യത്തെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രതീക്ഷ വിട്ടെങ്കിലും ഒരു വിദൂരമായൊരു സാധ്യത അല്ലേ? പ്രതീക്ഷ കുടുംബക്കാരെ സംബന്ധിച്ചോളം ഒരിക്കലും ആ പ്രതീക്ഷ ഇല്ലാതാവില്ല. ഏത് സമയത്തും അർജുൻ ജീവനോടെ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് കുടുംബക്കാരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇന്നലാണ് നമുക്ക് ഇതിലൊരു അന്ത്യം ഉണ്ടാവുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ കുടുംബത്തിനെ സംബന്ധിച്ചോളം വലിയ പ്രയാസമാണ്. അർജുനാണ് ഈ വീട് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അർജുനെ ഇതിനൊരു അവസാനം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ കുടുംബത്തിനെ സംബന്ധിച്ചോളം ഇന്നലെയും കൂടി ഇപ്പോൾ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്നലെ ഡ്രഡ്ജർ പ്രവർത്തനം ഇന്നലെ അവസാനിപ്പിക്കേണ്ട ദിവസമായി തോന്നുന്നു. ഇന്നലെയും കൂടി ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോവുക. അപ്പോൾ കുടുംബത്തിനെ സംബന്ധിച്ചോളം ഇതിനൊന്ന് അതിജീവിച്ച് കരകയറി ജീവിതത്തിൽ പുതിയ മാർഗം തേടാൻ അവർക്ക് പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവും. എന്നും ഈ ഒരു പ്രതീക്ഷയെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാവും. അതിനൊരു അവസാനം ഉണ്ടായി എന്നുള്ളതാണ്. ഒരിക്കലും മടങ്ങി വരാത്ത ആളെന്നത് വലിയ വേദനയാണ്. അതെ, ഏത് മരണവും അങ്ങനെയാണ്. അർജുനെ സംബന്ധിച്ചോളം കേരളം ആകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. എല്ലാവരും ഒരു പൊതു വിഷമായിട്ട് മാറിയൊരു വാർത്ത ആണല്ലോ. ഇതാണ് തികഞ്ഞ അധ്വാനിയായ ഭയങ്കര കഠിനാധ്വാനം ചെയ്യുന്ന ആള്. അച്ഛന് അസുഖമൊക്കെ ആയിരുന്നപ്പോഴും ഈ കുടുംബത്തെ സ്വന്തം ആ ചെറുകിനടിയിൽ ചേർത്ത് ഈ കുടുംബത്തെ ഈ നിലയിൽ എത്തിച്ച ആൾ കൂടിയാണ്. പാതി വഴിയിലാണ് സ്വപ്നങ്ങളാക്കി അർജുൻ മടങ്ങുന്നതെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും മുൻനിരയിലുണ്ടായിരുന്ന ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്നയാൾ, പ്രാദേശികമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൾ. അദ്ദേഹം പറഞ്ഞ കൊച്ചുമക്കൾ 2018 വെള്ളപ്പൊക്ക കാലത്ത് 1.5 മാസം സ്വന്തം ജോലിക്ക് അവധി നൽകി നാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി തലങ്ങും വിലങ്ങും പാഞ്ഞു നടന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. എന്തായാലും ആ സ്നേഹം, ആ ആദരവാണ് ഇപ്പോൾ ജനം തിരിച്ച് അദ്ദേഹത്തിനും നൽകുന്നത്.